ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചാർട്ടിൽ ഒരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ടല്ലോ, അത് ഏതാണ്, എങ്ങനെയാണ് അതിൻ്റെ പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെഷൻസുകൾ അറിയാനാണ്, പിന്നെ ട്രെൻഡ് അറിയാൻ. അങ്ങനെ എൻ്റെ ഒരു കൺഫർമേഷൻസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സുകളുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ. ഏഷ്യൻ സെഷൻ റേഞ്ച് എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൽ കൂടുതൽ സെറ്റിങ്സിലൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഈ 3 ബോക്സ് മാത്രം ടിക്ക് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇതിൻ്റെ പർപ്പസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 3 സെഷൻസുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക്. അത് ഏഷ്യൻ മാർക്കറ്റ് എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു, ലണ്ടൻ ഓപ്പൺ ടൈം, ലണ്ടൻ ക്ലോസ്, ന്യൂയോർക്ക് ഓപ്പൺ, ന്യൂയോർക്ക് ക്ലോസ്. ഈ 3 സമയങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓരോ സെഷൻസിലും മാർക്കറ്റ് എത്രത്തോളം മൂവ്മെൻറ്റ് വരുന്നതെന്നൊക്കെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക.